ആദരണീയനായ ഗവർണർ, ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ, പ്രോ ചാൻസലർ, വൈസ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ, സിൻഡിക്കേറ്റ് മെമ്പേഴ്സ്, ഡീൻസ്, സെനറ്റ് അംഗങ്ങൾ, രജിസ്ട്രാർ, ഞാൻ പഠിച്ച പാഠങ്ങളെ മുൻനിർത്തി ബിരുദാനന്തര ബിരുദവും സമ്മാനിച്ച സർവകലാശാലയാണ്. എന്നാൽ എനിക്കില്ലാത്ത പാണ്ഡിത്യത്തിൽ ഓണററി ഡീലിറ്റ് ലഭിക്കുമ്പോൾ എൻ്റെ സർവകലാശാലയുടെ സ്നേഹവും സൗഹൃദവും സൗമനസ്യവുമാണ് ഞാൻ തിരിച്ചറിയുന്നത്. മമ്മൂട്ടി എന്ന നടനെയാണ് മഹത്തായി സർവകലാശാല ഇപ്പോൾ ആദരിക്കുന്നത്. എന്നാൽ എന്നിലെ നടനെ സൃഷ്ടിക്കുന്നതിലും ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് ഈ വിദ്യാപീഠം ഒരുക്കിത്തന്ന പരിസരമാണ്. മമ്മൂട്ടിക്ക് അല്പം അഹങ്കാരമുണ്ടെന്ന് സുഹൃത്തുക്കൾ പോലും പറയും. എന്നാൽ അത് കെട്ടിലും മട്ടിലും മാത്രമേ ഉള്ളൂ. ഉള്ളൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെപ്പോലെ സ്നേഹവും വാത്സല്യവും കാരുണ്യവും വികാരവും വായ്പവും ഒക്കെ ഉള്ളൊരു സാധാരണ വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണിത്. ചികിത്സിക്കാൻ അർഹതയില്ലെങ്കിലും എനിക്ക് ഡോക്ടറേറ്റ് പദവി ലഭിക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാൻ എൻ്റെ ബാപ്പ ജീവിച്ചിരിപ്പില്ല എന്ന ദുഃഖം മാത്രമാണ് ഈ വേളയിൽ എന്നെ അലോസരപ്പെടുത്തുന്നത്. ഞാനൊരു ഡോക്ടറാവണമെന്ന് എൻ്റെ ബാപ്പ ആഗ്രഹിച്ചിരുന്നതാണ്. അതിനായി പ്രീ ഡിഗ്രിക്ക് എന്നെക്കൊണ്ട് 2ാം ഗ്രൂപ്പ് പഠിപ്പിക്കുകയും ചെയ്തു. പഠിത്തത്തിൽ ഉഴപ്പി സിനിമ തലയിൽ കെറ്റി തിയേറ്ററിൽ നിറങ്ങിയതിൻ്റെ ഫലമായിട്ട് കെമിസ്ട്രി പരീക്ഷയിൽ ഞാൻ തോറ്റു. അങ്ങനെ എൻ്റെ ബാപ്പയുടെ ഡോക്ടർ സ്വപ്നം തകർന്നു. പതിറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും എൻ്റെ അഭിനയത്തികവും കലാരംഗത്തെ നേട്ടങ്ങളും കണക്കിലെടുത്ത് എന്നെ വലുതാക്കിയ എൻ്റെ സർവകലാശാല എനിക്ക് ഡോക്ടറേറ്റ് നൽകുമ്പോൾ ആ ബഹുമതി എൻ്റെ ബാപ്പയുടെ സ്മരണയ്ക്ക് മുൻപാകെ ഞാൻ സമർപ്പിക്കുക. ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് വിദ്യാഭ്യാസ കാലഘട്ടമാണ്. പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് മനസ്സിനെ പായിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ വികാരമാണ് എന്നെ ഗ്രസിക്കുന്നത്. എൻ്റെ തലമുറയിലെ ശരാശരി വിദ്യാർത്ഥി കടന്നുപോയ ദുർഘടം പിടിച്ച പാതയിലൂടെ തന്നെയാണ് ഞാനും ചവിട്ടിക്കയറിയത്. അലഞ്ഞും തിരിഞ്ഞും പഠിച്ചും പഠിക്കാതെയും കളിച്ചും ചിരിച്ചും കലഹിച്ചും സ്നേഹിച്ചും നീങ്ങിയ ആ ദിനങ്ങൾ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിരിക്കുന്നു. ഇതിനെല്ലാം ഇടയിൽ ജാതിക്കും മതത്തിനും സമുദായത്തിനും അനീതിക്കും അതീതമായി ചിന്തിക്കുന്ന വികാരവിക്ഷോഭങ്ങളുടെ മൂല്യങ്ങളുടെയും ശക്തിയാണ് നിങ്ങൾ അറിയുന്ന മമ്മൂട്ടി എന്ന ജേതാവിനെ സൃഷ്ടിച്ചത്. സങ്കുചിതവും വിഭാഗീയവും പ്രാകൃതവുമായ വഴിത്തറയിൽ നിന്ന് കേരളം മാറി നടന്നതിൻ്റെ ഉൽപ്പന്നമാണ് മമ്മൂട്ടി എന്ന നടൻ. മലയാളിയായി പിറന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. സർവകലാശാലയോട് എനിക്ക് തീരാത്ത കടപ്പാടുണ്ട്. എൻ്റെ സാമൂഹ്യ വീക്ഷണത്തെ രൂപപ്പെടുത്തിയത് ഈ മഹാപ്രസ്ഥാനമാണ്. മമ്മൂട്ടിയുടെ രാഷ്ട്രീയം എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. ജാതിക്കും മതത്തിനും മറ്റ് വേർതിരിവുകൾക്കും അതീതമായി ചിന്തിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയാണ് എൻ്റെ രാഷ്ട്രീയം. ഈ അവസ്ഥയോട് പൊരുത്തപ്പെടാൻ കഴിയുന്ന ഏതൊരു വ്യക്തിയോടും പ്രസ്ഥാനത്തോടും ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടതും വലതും ഉണ്ടായിരുന്ന സഹപാഠിയുടെ ജാതിയോ മതമോ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യമോ ഞാൻ ആരാഞ്ഞിരുന്നില്ല. എൻ്റെ തലമുറയുടെ പ്രത്യേകതയും അതായിരുന്നു. ഒരുപക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ ജനാധിപത്യവൽക്കരണമാണ് ലക്ഷക്കണക്കിന് മലയാളികൾക്ക് ലോകത്തിൻ്റെ നെറുകയിൽ സ്ഥാനം പിടിക്കാൻ അവസരമൊരുക്കിയത്. നമ്മുടെ മനുഷ്യവിഭവശേഷി ലോകമെമ്പാടും പ്രകീർത്തിക്കപ്പെടുന്നു. എന്നാൽ അതിന് അവസരമൊരുക്കിയത് സാമൂഹ്യ പരിഷ്കർത്താക്കളും ഉൽപ്പതിഷ്ണുക്കളും അടിത്തറപ്പാക്കിയ മൂല്യബോധമാണെന്ന് പലരും വിസ്മരിക്കുന്നു. പാണ്ഡിത്യമില്ലാതെ ലഭിക്കുന്ന ഡോക്ടറേറ്റാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്ന ചില ചിന്തകൾ സമർപ്പിക്കുമ്പോൾ പാകപ്പിഴകളുണ്ടാവും. നമ്മൾ ശ്രേഷ്ഠമെന്ന് കരുതിയ പുരോഗമനപരവും മാതൃകാപരവുമായ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിന് ഇന്ന് ഭംഗം നേരിടുന്നുണ്ടോ? കാര്യങ്ങളെ യുക്തിബോധത്തോടെയും ശാസ്ത്രബോധത്തോടെയും കണ്ട മലയാളിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തെക്കുറിച്ച് നമ്മൾ വേണ്ടത്ര ബോധവാന്മാരാണ്. കൈരളി ടിയുടെ ഡയറക്ടർ ബോർഡ് യോഗത്തിനിടയ്ക്ക് ഞാൻ അറിയാതെ 2 വരി നുറുങ്ങ് കഥ എഴുതി. വായിച്ച് പലരും പറഞ്ഞു, നുറുങ്ങ് കഥ അർത്ഥവത്താണ്. പൂച്ച വണ്ടിയിടിച്ച് മരിച്ചു. ഈ പൂച്ചയ്ക്ക് ഏത് പൂച്ചയായിരിക്കും വലങ്ങം ചാടിയത്? നമ്മുടെ ചുറ്റും അനുദിനം ശക്തിയാർജിക്കുന്ന അന്ധവിശ്വാസത്തിൻ്റെ കനത്ത മേഘപാളികളെ സൂചിപ്പിക്കാനാണ് ഞാൻ ഈ 2 വരി കോറിയത്. നമുക്ക് മുൻപേ നടന്നുപോയ യുഗപ്രഭാവന്മാർ കൈമാറിയ നന്മ ചോർത്തിക്കളയാനുള്ള അവകാശം നമുക്കില്ല. കടം കൊണ്ടത്
വരും തലമുറയ്ക്ക് പലിശ സഹിതം കൈമാറണം. എന്നാൽ നമുക്ക് പാരമ്പര്യമായി കിട്ടിയ നന്മയുടെ നിർപാത്രങ്ങൾ ഇനി എത്ര ബാക്കിയുണ്ടെന്നാണ് ചിന്തിക്കേണ്ടത്. ഇന്ത്യയെ അറിവിൻ്റെ കേന്ദ്രമാക്കി മാറ്റണമെന്നും അതിന് കേരളത്തിന് വലിയ സംഭാവനകൾ നൽകാനുണ്ടെന്നുമാണ് ദേശീയ ശാസ്ത്ര കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. അറിവിൻ്റെ ഒരൊറ്റ ഇടനാഴി തീർക്കണമെങ്കിൽ അതിന് കഴിയുന്ന ഏക ഭൂപ്രദേശം നമ്മുടെ കൊച്ചു കേരളമാണ്. ബഹുസ്വരതയ്ക്കിടയിലും രൂപത്തിലും ഭാവത്തിലും ചിന്തയിലും ധാരണയിലും ഏകമാനമായ കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്ന 3.5 കോടി വരുന്ന ജനത ലോകത്തിലെ പ്രധാനപ്പെട്ട അത്ഭുതങ്ങളിലൊന്നാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ 10-1 വരുമാനം പോലും ഇല്ലാതെ അവരോട് കിടപിടിക്കുന്ന സാമൂഹ്യ സൂചകങ്ങൾ സൃഷ്ടിച്ച മലയാളി ഒരു അത്ഭുത ജീവി തന്നെയാണ്. പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത അറിവിൻ്റെ കേന്ദ്രം എന്തുകൊണ്ടും അർത്ഥമാകാൻ ശേഷിയുള്ള ഒരു ജനവിഭാഗമാണ് നമ്മൾ. മുൻപോട്ടുള്ള കുതിപ്പിൽ രാജ്യത്തിന് ദിശാബോധം പകരാൻ കൽപ്പുള്ള ഒരു ജനതയെ സങ്കുചിത പ്രാകൃത വിഭാഗീയത വികാരങ്ങൾക്ക് അടിയറ വെച്ചുകൂടാ. ഇവിടെയാണ് കേരള സർവകലാശാല പോലുള്ള സ്ഥാപനങ്ങൾക്ക് പ്രസക്തി. ആത്മപരിശോധനയിലൂടെ കുറവുകൾ കണ്ടെത്തിയവ പരിഹരിക്കണം. മങ്ങിപ്പോയ പ്രതലങ്ങളെ ഊതിക്കാച്ചി മാറ്റി വർദ്ധിപ്പിക്കണം. ഗതകാല സ്മരണകളിൽ പുളകം കൊണ്ടിട്ട് കാര്യമില്ല. ലോകം നമ്മെ കാത്തിരിക്കില്ല. ലോകത്തിൻ്റെ കുതിപ്പിൽ നമ്മളും ഭാഗവാക്കാകണം. എല്ലാ വിദ്യകളുടെയും കലകളുടെയും ശാലയെന്നാണ് സർവകലാശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിമിതമായ അർത്ഥത്തിൽ സിനിമയും ഒരു സർവകലാശാലയാണ്. ലോകത്തിൽ ഒട്ടുമിക്കവാറും കലാരൂപങ്ങൾ സിനിമയിൽ സന്നിവേശിക്കുന്നു. മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഏറ്റവും ഫലവത്തായ കലാമാധ്യമങ്ങളിൽ ഒന്നാണ് സിനിമ. മമ്മൂട്ടി എന്ന നടനുള്ള സ്വീകാര്യത വ്യക്തിയുടെ നേട്ടമല്ല, മറിച്ച് അയാൾ പ്രതിനിധാനം ചെയ്യുന്ന മാധ്യമത്തിൻ്റെ ശക്തിയാണ്. മലയാള സിനിമയും കേരള സമൂഹവും എനിക്ക് അർഹിക്കുന്നതിൽ കൂടുതൽ സ്നേഹവും സ്വീകാര്യതയും അംഗീകാരവും നൽകിക്കഴിഞ്ഞു. അതിൻ്റെ മറ്റൊരു ഉദാത്തമായ പ്രതിഫലനമാണ് എനിക്കിന്ന് ലഭിക്കുന്ന ഈ ബഹുമതി. ഞാൻ എന്ത് തിരികെ നൽകിയാലും അതൊന്നും മതിയാകില്ലെന്നറിയാം. എങ്കിലും ഒരു വാക്ക് ഞാൻ നൽകുന്നു. ഈ സർവകലാശാല എനിക്ക് നൽകിയ ഉദാത്തമായ പല പാഠങ്ങളുണ്ട്. മനുഷ്യസ്നേഹത്തിൻ്റെ, മാനവികതയുടെ, സാഹോദര്യത്തിൻ്റെ വിസ്തൃതമായ പാഠങ്ങൾ. ഇവിടെ ഒരു ചെടി പോലും കരിയാതെ പരിപാലിക്കാൻ ഞാൻ എന്നാൽ കഴിയുന്നത് ചെയ്യുമെന്ന് ഉറപ്പു നൽകുന്നു. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.